ഒരു വലിയ ആൾക്കൂട്ടത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഫാമിലി ഫംഗ്ഷനിൽ നിന്നോ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ വല്ലാത്തൊരു ക്ഷീണം, ഒരു എനർജി ഡ്രെയിൻ നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു നിശബ്ദ ശക്തിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇൻട്രോവേർഷൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കല്യാണം അല്ലെങ്കിൽ കോളേജിലെ കൂട്ടുകാരുമായിട്ടുള്ള ഒരു ഗെറ്റ് ടുഗെദർ. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വല്ലാത്തൊരു തളർച്ച. മറ്റുള്ളവരൊക്കെ നല്ല എനർജിയിൽ നിൽക്കുമ്പോൾ എനിക്ക് മാത്രം ഞാൻ എന്താ ഇങ്ങനെ എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ഇതിനു പിന്നിൽ വളരെ രസകരമായൊരു കാരണമുണ്ട്. അപ്പോ ഈയൊരു ഫീലിങ്ങിനെ പറയുന്ന പേരാണ് ഇൻട്രോവേർട്ട്. പക്ഷേ ഈ വാക്ക് കേൾക്കുമ്പോഴേ പലരുടെയും മനസ്സിൽ വരുന്നത് അയ്യോ ഇവര് നാണം കുണുങ്ങികളാണ്, ആരോടും മിണ്ടാത്തവരാണ്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ സത്യം അതൊന്നുമല്ല. ആരാണ് യഥാർത്ഥത്തിൽ ഒരു ഇൻട്രോവേർട്ട്? നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇൻട്രോവേർഷനും നാണവും രണ്ടും രണ്ടാണ്. നാണം എന്ന് പറയുന്നത് ചിലപ്പോൾ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ളൊരു പേടിയാണ്. എന്നാൽ ഇൻട്രോവേർഷൻ എന്നത് എനർജിയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഫോൺ പോലെയാ. സോഷ്യൽ ഗ്യാതറിംഗ്സ് ഒക്കെ ഇവരുടെ ബാറ്ററി പെട്ടെന്ന് തീർത്ത് കളയും. പിന്നെ ഒറ്റയ്ക്കിരുന്ന് ഒരു പുസ്തകം വായിക്കുമ്പോഴോ സിനിമ കാണുമ്പോഴോ അവർ ആ എനർജി റീചാർജ് ചെയ്യും. അവർക്ക് സംസാരിക്കാൻ മടിയൊന്നുമില്ല. പക്ഷേ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുന്നതിനേക്കാൾ അവർക്കിഷ്ടം കുറച്ചുകൂടി ആഴത്തിലുള്ള അർത്ഥമുള്ള സംഭാഷണങ്ങളാണ്. അപ്പോ എന്തുകൊണ്ടാണ് ഈ എനർജി ഇങ്ങനെ ഡ്രെയിൻ ആവുന്നത്? ഇത് നമ്മളും മനഃപൂർവ്വം ചെയ്യുന്നതാണോ? അല്ല, ഇതിന്റെ കളി മുഴുവൻ നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിലാണ്. എന്താണ് അവിടെ ശരിക്കും സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇതിന്റെ പിന്നിലെ ഒരു പ്രധാന വാക്കാണ് സ്റ്റിമുലസ് സെൻസിറ്റിവിറ്റി. ചുറ്റുമുള്ള ശബ്ദം, വെളിച്ചം, സംസാരം ഇതെല്ലാമാണ് സ്റ്റിമുലായി. അപ്പോൾ ഒരു ഇൻട്രോവേർട്ടിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഹൈ സെൻസിറ്റിവിറ്റി മൈക്രോഫോൺ പോലെയാ. ഒരു ചെറിയ ശബ്ദം പോലും വലുതായിട്ടായിരിക്കും അത് കേൾക്കുന്നത്. അതായത് ചുറ്റുമുള്ള കാര്യങ്ങൾ അവർക്ക് വളരെ വളരെ തീവ്രമായിട്ടാണ് അനുഭവപ്പെടുന്നത്. പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻട്രോവേർട്ടുകളുടെ ബ്രെയിൻ കിട്ടുന്ന ഇൻഫർമേഷൻ വെറുതെ സ്വീകരിക്കുകയല്ല, അതിനെ ഭയങ്കരമായിട്ട് പ്രോസസ്സ് ചെയ്യും. ഒരു എക്സ്ട്രോവേർട്ട് സാധാരണമായി കാണുന്ന ഒരു കാര്യത്തെ ഒരു ഇൻട്രോവേർട്ട് കൂടുതൽ ആഴത്തിൽ വിശകലനം ചെയ്യും. ഈ ഡീപ് പ്രോസസ്സിങ്ങിന് സ്വാഭാവികമായും കൂടുതൽ എനർജി വേണം. സിമ്പിളായി പറഞ്ഞാൽ അവരുടെ ബ്രെയിൻ എപ്പോഴും ഒരു ഓവർഡ്രൈവ് മോഡലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയില്ലേ? നമ്മുടെ കോളേജ് ഫെസ്റ്റിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ മിന്നുന്ന ലൈറ്റുകൾ, ചെവി തുളയ്ക്കുന്ന പാട്ട്, ആയിരക്കണക്കിന് ആൾക്കാരുടെ സംസാരം, പലതരം മണം, കാഴ്ചകൾ. ഇത്രയും ഡേറ്റ ഒരേ സമയം ബ്രെയിനിലേക്ക് അടിച്ചു കയറുമ്പോൾ അത് ഓവർലോഡാവും. ആ ഒരു ഓവർലോഡാണ് നമുക്ക് വല്ലാത്തൊരു ക്ഷീണവും അസ്വസ്ഥതയും ഒക്കെയായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ബ്രെയിനിന്റെ ഈ പ്രത്യേക പ്രവർത്തനം കാരണം ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഇതേ കാരണം കൊണ്ട് തന്നെ അവർക്ക് ചില കിടിലൻ കഴിവുകളുണ്ട്. എന്തൊക്കെയാണാവാ എന്ന് നോക്കാം അല്ലേ? ഈ രണ്ട് ചിത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇതാണ് ഒരു ഇൻട്രോവേർട്ടിന്റെ ലോകം. ആദ്യത്തെ ചിത്രത്തിലെ ആ ബഹളം അവരുടെ എനർജി മുഴുവൻ ചോർത്തിക്കളയും. പക്ഷേ രണ്ടാമത്തെ ചിത്രത്തിലെ ആ ശാന്തത, ആ ഏകാന്തത, അതാണ് അവരുടെ ചാർജിംഗ് പോയിന്റ്. ഇത് വെറുതെ ഒരു റെസ്റ്റ് എടുക്കലല്ല, അവരുടെ യഥാർത്ഥ ശക്തിയുടെ ഉറവിടം കൂടിയാണ്. ഇനി പറയാൻ പോകുന്നത് കേട്ടാൽ ഒരു പക്ഷേ നിങ്ങൾ ഞെട്ടും. ഇൻട്രോവേർട്ടുകളുടെ ഒരു പ്രധാനപ്പെട്ട സൂപ്പർ പവറാണ് ലീഡർഷിപ്പ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. കാരണം അവർ ഒരുപാട് സംസാരിക്കില്ല, പകരം ഒരുപാട് കേൾക്കും. ഒരു മീറ്റിംഗിൽ അവർ സ്വന്തം അഭിപ്രായം അടിച്ചേൽപ്പിക്കാതെ മറ്റുള്ളവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കും. പുതിയ ഐഡിയകളെ പ്രോത്സാഹിപ്പിക്കും. സ്വയം ഹീറോ ആവുന്നതിനേക്കാൾ ടീമിനെ ഹീറോ ആക്കുന്നതിലാണ് അവരുടെ മിടുക്ക്. അവരുടെ കഴിവുകൾ ഒരുപാടുണ്ട്, ഒക്കെ ഒന്നിനൊന്നും മെച്ചം. ആഴത്തിൽ ചിന്തിക്കാനുള്ള കഴിവ് അവരെ നല്ല പ്രോബ്ലം സോൾവേഴ്സ് ആക്കുന്നു. ഒരു കാര്യത്തിൽ മണിക്കൂറുകളോളം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നതുകൊണ്ട് ക്രിയേറ്റിവിറ്റി കൂടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ നല്ല കേൾവിക്കാരാണ്. അതുകൊണ്ടുതന്നെ അവരുണ്ടാക്കുന്ന സൗഹൃദങ്ങൾ എപ്പോഴും ആഴമുള്ളതും സ്ട്രോങ്ങുമായിരിക്കും. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ഭയങ്കരമായി സംസാരിക്കുന്ന, പുറത്തേക്ക് ഇറങ്ങി ഇടപെടുന്നവർക്കാണ് ഒരു പ്രത്യേക വില, അല്ലേ? പക്ഷെ ലോകത്തെല്ലായിടത്തും ഇങ്ങനെയാണോ? ശരിക്കും ശാന്തമായിരിക്കുന്നത് ഒരു കുറവാണോ? ഒരിക്കലുമല്ല. ഇത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. ഓരോ രാജ്യത്തും ഇതിനോടുള്ള കാഴ്ചപ്പാട് ഓരോന്നാണ്. ഇപ്പോൾ അമേരിക്ക പോലെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഭയങ്കര ഔട്ട്ഗോയിങ്ങും സംസാരിക്കുന്നവർക്കുമാണ് ഹീറോ പരിവേഷം. എന്നാൽ ജപ്പാൻ പോലുള്ള കിഴക്കൻ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. അവിടെ നിശബ്ദതയെ കാണുന്നത് അറിവിന്റെയും വിവേകത്തിന്റെയും ലക്ഷണമായിട്ടാണ്. ഇനി ഫിൻലൻഡ് പോലുള്ള നോർഡിക് രാജ്യങ്ങളിലേക്ക് പോയാലോ, അവിടെ ആളുകൾക്ക് പേഴ്സണൽ സ്പേസ് വളരെ പ്രധാനപ്പെട്ടതാണ്. വെറുതെ ആവശ്യമില്ലാത്ത സംസാരമൊന്നും അവിടെയില്ല. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം, നിങ്ങളെ ഈ ശാന്തമായ സ്വഭാവം ഒരിക്കലും ഒരു കുറവല്ല. നമ്മൾ ജീവിക്കുന്ന സമൂഹം അതിനെ എങ്ങനെ കാണുന്നു എന്നതിൽ മാത്രമാണ് വ്യത്യാസം. സത്യത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇതൊരു വലിയ കഴിവായിട്ടാണ് കാണുന്നത്. അപ്പോൾ
ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. നമ്മുടെ ഈ ഇൻട്രോവേർഷനെ ഒരു കുറവായിട്ട് കാണുന്നത് നമ്മൾ നിർത്തണം. പകരം അതിനെ നമ്മുടെ ഏറ്റവും വലിയൊരു ശക്തിയായി, ഒരു സൂപ്പർ പവറായി കാണാൻ തുടങ്ങണം. ഓർക്കുക, ഇൻട്രോവേർട്ട് ആകുന്നത് ഒരു വീക്ക്നെസ് അല്ല, അതൊരു സൂപ്പർ പവറാണ്. നിങ്ങളുടെ ആ ശക്തിയെ നിങ്ങൾ തന്നെ തിരിച്ചറിയണം. നിങ്ങളുടെ ചിന്തകൾക്ക് മറ്റുള്ളവരുടേതിനേക്കാൾ ആഴമുണ്ട്. ഏത് കാര്യത്തെയും അതിന്റെ കാതൽ വരെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ബഹളമയമായ ലോകത്ത് നിങ്ങളുടെ ശാന്തത മറ്റുള്ളവർക്കൊരാശ്വാസമാണ്, ചിലപ്പോൾ ഒരു പ്രചോദനം കൂടിയാണ്. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്തു പറയുന്നു? നിങ്ങളൊരു ഇൻട്രോവേർട്ടാണോ, അതോ ഒരു എക്സ്ട്രോവേർട്ടോ, അതോ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ വരുന്ന ഒരു ആംബിവേർട്ടാണോ? നിങ്ങളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? എല്ലാം താഴെ കമന്റ് ബോക്സിൽ എഴുതൂ. നമുക്കവിടെ സംസാരിക്കാം.